ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ വേഷം. പക്ഷെ ഇവിടെ എം.പി. ആയ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അനാവശ്യമായിട്ട് സിനിമയിൽ കൂട്ടിച്ചേർത്ത പോലെ തോന്നിയെന്ന് പറയാം. പക്ഷെ എന്നാലും ഇവിടെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് അത് അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ജാനകി എന്ന പേര് അതിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരിടത്തും ഒരു പ്രശ്നമായിട്ട് ഒട്ടും തോന്നിയതില്ല എന്ന് പറയാം. എന്നാൽ ജാനകി എന്ന കഥാപാത്രത്തെ അനുപം പരമേശ്വർ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ അത് അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരാളുടെ പെർഫോമൻസ് മാത്രമാണ് എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നിയത്. അത് വേറെ ആരുമല്ല, മാധവ് സുരേഷാണ്. സീരിയസ് ആയിട്ടുള്ള ചില സീൻസിൽ വരെ തിയേറ്ററിൽ ചിരി വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അടുത്തൊരു സിനിമ ചെയ്യുന്നതിന് മുൻപ് ആക്ടിംഗ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും ഒരു പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ് എടുത്താൽ നന്നായിരിക്കും. നല്ലൊരു വോയിസ് ആണ്. ഐ തിങ്ക് ഹി വിൽ ബാക്ക് ബെറ്റർ. പിന്നെ സുരേഷ് ഗോപിയുടെ താടി സെറ്റ് ചെയ്തിട്ടുള്ള പല സീൻസിലും അത് എനിക്ക് കുറച്ച് വീടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതാക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് പല സീനുകൾ കൂട്ടിച്ചേർത്ത് ഒരു പ്രൊപ്പഗാണ്ട മൂവി എന്ന ലെവലിലേക്ക് താഴ്ന്ന പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ശരിയാണ്. ഇപ്പോൾ വികസനം എന്നത് ഒരു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സ്ഥലം കൂടി ആകേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണോ, ജാനകി വി വേഴ്സസ് ഇന്ത്യ എന്നാണോ പറയേണ്ടത്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് കൂടി ഓർക്കണമല്ലോ. എനിവേസ് ജെ.എസ്.കെ എനിക്ക് ഒരു ഡീസെന്റ് ഗുഡ് ടു വാച്ച് മൂവി തന്നെയാണ്. ഇതിന്റെ അവസാനം ആകുന്നവരൊക്കെ കൾപ്രിറ്റ് ആരെന്നുള്ളതിൽ എനിക്ക് ടോട്ടലി ക്ലൂലെസ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഭാഗത്തിലുള്ള മിസ് നിതിനാണ് മല്ലു എക്സ്പ്രസ്.